അവരിന്നെനിക്ക് ഏറ്റവും ബെസ്റ്റാ. ഞാനവർക്ക് ബെസ്റ്റാണെന്നറിയില്ല. അങ്ങനെ ആവാനാ എനിക്കിഷ്ടം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? സാറിന് ഏറ്റവും ഇഷ്ടം അച്ഛനെയാണോ അതോ അമ്മയാണോ? ആ ചോദ്യത്തിന് ലേശം ആലോചനയില്ലാതെ ഞാൻ പറയും, ഇവരിലല്ല, ഈ ലോകത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണ്. എന്റെ ഇഷ്ടം എന്റെ അച്ഛനെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം എന്തെന്നാ, അച്ഛൻ തന്നെ പറയാറുണ്ട് ഞാൻ അമ്മയുടെ മകനാണെന്ന്. ഒരു ജീവന് ജന്മം നൽകുക എന്ന് മാത്രമല്ല അമ്മയുടെ ധർമ്മം. ഏതൊരാളും ലോകത്തെ ആദ്യം നോക്കിക്കാണുന്നത് അമ്മയിലൂടെയാണ്. ആദ്യത്തെ കൂട്ടുകാരി, ആദ്യത്തെ ഗുരു, അങ്ങനെ ആദ്യത്തെ എല്ലാത്തിന്റെ അടിസ്ഥാനം അമ്മയിൽ നിന്നാണ്. അമ്മമാരെ നൽകുന്ന സ്നേഹത്തിനും ത്യാഗത്തിനും പകരമായി ഈ ലോകത്ത് മറ്റൊന്നും നമുക്ക് തിരികെ നൽകാൻ കഴിയില്ല. അതുകൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക. വാർദ്ധക്യത്തിൽ താങ്കം തണലുമാകുക എന്നത് ഓരോ മക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ഒരിക്കലും ആ അമ്മയുടെ കണ്ണ് നിറയാൻ നമ്മൾ കാരണക്കാരാവരുത്. അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യവും അമൂല്യമായ നിധിയും. എല്ലാവരെയും പോലെ തന്നെ ഞാനും നല്ലൊരു അമ്മയുടെ മകനായതിൽ അഭിമാനിക്കുന്നു. ആ അഭിമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ അച്ഛന്റെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയുകയാണ്. അതെ, ഞാൻ അമ്മയുടെ മകനാണ്. ചന്ദ്രലേഖ, അതിവിടെ. അതെനിക്ക് സഹിക്കില്ല. ആ ബാഗ് ഇതാ. തരാൻ ഇങ്ങോട്ട് പറ്റില്ല. പറഞ്ഞ എന്റെ ബാഗ് നോക്കാൻ പറ്റില്ല. വിട്. ഇപ്പൊ എല്ലാവർക്കും വിശ്വാസമായില്ലേ? എന്റെ വിശ്വാസമായില്ലെന്ന്? നിന്റെ അമ്മയ്ക്ക് പ്രാന്ത് കയറി കേക്ക് തട്ടി കളഞ്ഞിട്ട് ഈ സ്പ്രേയുടെ പേരും പറഞ്ഞ് എന്റെ നേരെ വരുവാണോ? മഹി, ഈ റിസോർട്ടിന്റെ മാനേജറെ വിളിച്ച് CCTV ഫുട്ടേജ് എടുക്കാൻ പറ.
എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ കരുതിയത് താൻ അമ്മയെ കൂടെ കൊണ്ടുവരുമെന്നാ. എനിക്ക് തന്റെ അമ്മയൊന്ന് പരിചയപ്പെടുകയും ചെയ്യായിരുന്നു. ഞാൻ വിളിച്ചതാ. അമ്മയ്ക്ക് ഇങ്ങനെ പാർട്ടിക്ക് പോകുന്നൊന്നും ഇഷ്ടല്ല. ഓ, മറ്റൊരു ദിവസം ഞാൻ സാറിനെ പരിചയപ്പെടുത്തി തരാം. ഉം. അമ്മയ്ക്കും നല്ല ആഗ്രഹമുണ്ട് സാറിനെ കാണാനും പരിചയപ്പെടാനും. അമ്മയുടെ കാര്യം താൻ പറഞ്ഞതു മുതൽ കാണണമെന്ന് ഞാൻ കരുതിയതാ.